തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുവെന്നാരോപിച്ച UDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ LDF പ്രതിഷേധം. ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാടിന് നൽകിയ വികസന പാതകൾ UDF ഭരണത്തിൽ ഒന്നൊന്നായി തകർക്കുന്നു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് വികസന പ്രവർത്തനങ്ങളെയും ജനക്ഷേമ പദ്ധതികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതം കുറയ്ക്കുന്നത് റോഡ്, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികളെ ബാധിക്കുമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലേക്ക് നടന്ന മാർച്ചിൽ നഗരസഭയിലെ മുഴുവൻ പ്രതിപക്ഷ കൌൺസിലർമാരും LDF പ്രവർത്തകരും അണിനിരന്നു. പ്രതിഷേധ മാർച്ച് CPM ചിറ്റൂർ ഏരിയ സെക്രട്ടറി R ശിവപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണെന്നും പദ്ധതി വിഹിതം കുറയ്ക്കുന്നത് വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പ്രാദേശിക വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മതിയായ സാമ്പത്തിക വിഭവങ്ങൾ ലഭ്യമാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകൾ വിശദീകരിക്കാതെ, ജനങ്ങളോട് വിശദീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇന്നത്തെ സമരം ഇവിടെ ഭരിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് വേണ്ടിയിട്ടാണ്. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം യാതൊരു കാരണവുമില്ലാതെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുമ്പോൾ 7000 കോടി രൂപ ഖജനാവിൽ മിച്ചം വെച്ചിട്ടാണ് അന്നത്തെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോയത്. പിന്നീട് നമുക്ക് കിട്ടേണ്ട വിഹിതങ്ങളും എല്ലാം, അതുപോലെ തന്നെ കടം വാങ്ങിയത് 10600 കോടി രൂപ ഈ ഗവൺമെന്റ് കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിച്ചം വെച്ച തുകയും കടം വാങ്ങിയതും ഉൾപ്പെടെ പുതിയ സാമ്പത്തിക വർഷത്തെ 4 ആക്കി തരംതിരിച്ചാൽ 3 മാസത്തിലൊരിക്കൽ പദ്ധതി വിഹിതങ്ങൾ കൊടുത്ത് പരിശോധന നടത്തി പിന്നീട് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതെല്ലാം ചെയ്താലും കേരളം ഇന്ന് ഭരിക്കുന്ന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല. അപ്പൊ അവര് പറയുന്ന ന്യായീകരണം വികസന പ്രവർത്തനം നടത്താനല്ലല്ലോ ഞങ്ങളെ തെരഞ്ഞെടുത്തത്. തത്തമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനീഷ് പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായി. ചിറ്റൂർ ലോക്കൽ സെക്രട്ടറി MJ മാത്യു, സോഷ്യൽ ജനതാ പാർട്ടി നേതാവ് സുന്ദരൻ, നഗരസഭാ കൌൺസിലർമാരായ ജെയിൻ ഹിലാരിയോസ്, സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.